സങ്കീർത്തനങ്ങൾ അധ്യായം 32. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. അനീതി ക്ഷമിച്ചും പാപങ്ങൾ മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാതെയും ഹൃദയത്തിൽ വഞ്ചനയില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ നിത്യവും ഞരങ്ങിക്കൊണ്ട് മൗനമായിരുന്നതിനാൽ എൻ്റെ ആസ്തികൾ ക്ഷയിച്ചുപോയി. എന്തെന്നാൽ രാവും പകലും തൃക്കൈ എൻ്റെ മേൽഭാരമായിരുന്നു. എന്നെ കൊല്ലത്തക്ക വേദന എൻ്റെ നെഞ്ചിൽ ഉണ്ടാകുകയും ചെയ്തു. ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യങ്ങളെ നിന്നിൽ നിന്ന് മറച്ചു വച്ചതുമില്ല. എൻ്റെ അകൃത്യങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമെന്നും അപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം നീ എന്നോട് ക്ഷമിക്കുമെന്നും ഞാൻ പറഞ്ഞു. ആയതുകൊണ്ട് നീ തിരഞ്ഞെടുത്തിട്ടുള്ളവനെല്ലാം അംഗീകാരകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളത്തിൻ്റെ ഉഗ്രത അവങ്കലേക്കടുക്കുകയില്ല. നീ എന്നെ മറച്ചുകൊള്ളണമേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ തിരിച്ചറിയേണ്ടതിന് മഹത്വവും രക്ഷയും എൻ്റെ ചുറ്റും നിർത്തണമേ. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിന്നെ അറിയിക്കും. നിന്റെ മേൽ ഞാൻ ദൃഷ്ടി വയ്ക്കുകയും ചെയ്യും. ചെറുപ്പം മുതൽ കടിഞ്ഞാൺ കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടും സ്വാധീനപ്പെടാതിരിക്കുന്ന ബുദ്ധിയില്ലാത്ത കുതിരയെപ്പോലെയും കോവർ കഴുതയെപ്പോലെയും നിങ്ങൾ ആയിരിക്കരുത്. ദുഷ്ടന്റെ വേദനകൾ വളരെയാകുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ കൃപ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ കർത്താവിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമേ തന്നെ സ്തുതിപ്പിൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.